എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെ ലത്തീഫ് വടക്കാങ്ങര. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രായിരനെല്ലൂർ മല, നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ, ദേവി ക്ഷേത്രം മുതലായവയാണ് കണ്ടത്. രായിരനെല്ലൂർ മലയിൽ നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരം വളാഞ്ചേരി റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് തിരുവേഗപ്പുറത്ത് എത്താൻ സാധിക്കും. തിരുവേഗപ്പുറത്ത് 3 ഏക്കറിൽ പരന്നു കിടക്കുന്ന വലിയ ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നാറാണത്ത് ഭ്രാന്തൻ തപസ്സിരുന്ന ഒരു പീഠം ഉണ്ട്. ആ പാറയ്ക്ക് പറയുന്ന പേരാണ് ഭ്രാന്താചലം എന്നാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഭ്രാന്താചലത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവേഗപ്പുറത്തുള്ള ഭ്രാന്താചലത്തിന് മുന്നിലാണ്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഒരു കാഞ്ഞിരമരം കാണാം. ഈ കാഞ്ഞിരമരത്തിലാണ് നാറാണത്ത് ഭ്രാന്തനെ ചങ്ങലക്കിട്ടിരുന്നത്. അതിൻ്റെ അടുത്ത് ചെറിയൊരു ക്ഷേത്രമുണ്ട്. ചുറ്റുഭാഗത്തും പാറക്കെട്ടുകളാണ്. ഇതാണ് ആ കാഞ്ഞിരമരം. നാറാണത്ത് ഭ്രാന്തനെ തിരുവേഗപ്പുറത്ത് ചങ്ങലക്കിട്ടിരുന്ന കാഞ്ഞിരമരം. ഈ കാഞ്ഞിരമരത്തിൻ്റെ ഇലകൾക്ക് കയ്പ് രുചിയില്ല എന്ന് പറയപ്പെടുന്നു. പാറപ്പുറത്തുള്ള ചെറിയൊരു കിണർ കമ്പിവല കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ തീർത്ഥജലം എടുക്കുന്നതിന് വേണ്ടി സംരക്ഷിച്ചതാകാമെന്ന് കരുതപ്പെടുന്നു. ഇതാണ് ആ പ്രശസ്തമായ കാഞ്ഞിരമരം.
ഇവിടെ 3 ഗുഹകൾ കാണാം. ഈ ഗുഹകൾ നാറാണത്ത് ഭ്രാന്തൻ ഒരു രാത്രി കൊണ്ട് മാന്തി ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ആ മാന്തി എടുത്തതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കുറച്ചകലെയുള്ള വിളത്തൂർ എന്ന സ്ഥലത്തെ ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ടു എന്നാണ് ഈ ഗുഹയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 3 ഗുഹകൾ നാറാണത്ത് ഭ്രാന്തൻ മാന്തിയുണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.